ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെ ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി RBI ആരംഭിച്ചൊരു പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. ഓൾറെഡി ഇത് ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായി കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. ഉദ്ഗം പോർട്ടൽ അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി RBIയുടെ പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. 2025 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ എത്രാം ജന്മദിനമാണ് ആചരിക്കുന്നത്? 156ആണ്. 156. എപ്പോഴാണ് ഗാന്ധിജി ജനിക്കുന്നത്? 1869 അല്ലെ? 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. അപ്പോൾ 2025 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ 156 ജന്മവാർഷികമാണ് നമ്മൾ ആചരിക്കുന്നത്. ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നിലവിൽ വന്ന സംഘടന ഏതാ? അത് NSS ആണ് അല്ലേ? നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന NSS ആണ്. ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 നിലവിൽ വന്ന NSS ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2025 ഒക്ടോബർ 1. 2024 മാർച്ചിലാണ് ഇത് ഒപ്പുവെക്കുന്നത്. എന്തായാലും നിലവിൽ വരുന്നത് 2025 ഒക്ടോബർ 1 ഒക്ടോബർ 1. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവയ്ക്കുന്നത് 2024 മാർച്ചിലും. എന്നാൽ നിലവിൽ വരുന്നത് എപ്പോഴാണ്? 2025 ഒക്ടോബർ 1. 2025 ഒക്ടോബർ 1 ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നിലവിൽ വന്നത് എപ്പോഴാണ്? 2025 ഒക്ടോബർ 1. ഓക്കെ, അടുത്തൊരു ചോദ്യം. മനുഷ്യരെ യുദ്ധമുഖത്തും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിലും സഹായിക്കാനായി രക്ഷിക്കാനായി 2030 കൃത്രിമ രക്തം പുറത്തിറക്കും എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാൻ നമ്മൾ പറയത്തില്ലയോ നാളെ ജപ്പാനാണെന്ന്, കിടിലല്ലയോ? ഓക്കെ, അപ്പോൾ മനുഷ്യരെ യുദ്ധമുഖത്തും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിലും സഹായിക്കാനായി രക്ഷിക്കാനായി 2030 ജപ്പാനാണ് കൃത്രിമ രക്തം പുറത്തിറക്കുന്നത്. കൃത്രിമ രക്തം. ഓക്കെ, അടുത്ത നല്ലൊരു ചോദ്യം. മേഘാലയയിലെ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി. നല്ല ചോദ്യമല്ലേ? മേഘാലയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് ഷക്കീൽ അഹമ്മദാണ്. മേഘാലയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? ഷക്കീൽ അഹമ്മദ് ആരാ? മേഘാലയയുടെ ക്യാപിറ്റൽ ഏതാ? മേഘാലയ ഷില്ലോങ് ആണ്. ഷില്ലോങ്. മേഘാലയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആര്? ഷക്കീൽ അഹമ്മദാണ്. 2025 സെപ്റ്റംബർ 30 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ട ഇന്ത്യയുടെ അയൽ രാജ്യമാണ് മ്യാൻമർ. 2025 സെപ്റ്റംബർ 30 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം നടന്നത് എവിടാന്ന് ചോദിച്ചാൽ മ്യാൻമർ ആണ്. ഓക്കെ, 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനി സംരക്ഷണമാണ്. 2025 ലോക ജലദിനം പ്രമേയം ഹിമാനി സംരക്ഷണം. 2025 ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണമാണെങ്കിൽ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു 2025? നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. ഇപ്പോൾ 2025 തണ്ണീർത്തട ദിന പ്രമേയം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതും. എന്നാൽ 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ഹിമാനി സംരക്ഷണമാണ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഹിമാനി സംരക്ഷണം. എന്നാൽ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. ഒന്നുകൂടെ പറയട്ടെ. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി RBI ആരംഭിച്ച ഒരു പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. കൂടെ പറഞ്ഞ പാടെ 2025 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ 156ാം ജന്മദിനമാണ് ആചരിക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നിലവിൽ വന്നത് 2025 ഒക്ടോബർ 1. മനുഷ്യരെ യുദ്ധമുഖത്തും പ്രകൃതി ദുരന്തങ്ങളിലും സഹായിക്കാനായി 2030 ജപ്പാനാണ് കൃത്രിമ രക്തം പുറത്തിറക്കുന്നത്. മേഘാലയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് ഷക്കീൽ അഹമ്മദ്. 2025 സെപ്റ്റംബർ 30 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യമാണ് ഇന്ത്യയുടെ അയൽ രാജ്യമാണ് മ്യാൻമർ. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണമാണ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണമാണ്. എന്നാൽ
തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. താങ്ക്